Assalamualaikum. Welcome back to our first day of weight loss challenge. അപ്പോൾ 50 ഡേയ്സിൻ്റെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇന്ന് ആദ്യത്തെ ദിവസം വെയിറ്റ് നോക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ മൺഡേയിലുമാണ് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്, എല്ലാ സൺഡേയിലുമാണ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടതും എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ മീൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇനി അതിനെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു കറക്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. പിന്നെ അതുപോലെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക. പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനതൊന്നും ചെയ്യണില്ല. വെയിറ്റ് നോക്കി വെക്കുന്നുണ്ട്, പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 50 ഡേയ്സ് കഴിയുമ്പോൾ എത്ര ചേഞ്ചസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. 2 വീക്സിൻ്റെ ചാലഞ്ചാണ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും, ഷുവറാണ്. കാരണം ഇതെനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. $59.8 ആണ് കേട്ടോ എൻ്റെ വെയിറ്റ്. 59.8 ആണ്. 16 തന്നെ പറയാം, ഓൾമോസ്റ്റ് 60 ആയിട്ടുണ്ട്. ഞാനൊരു 55-56 എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 60ൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2-3 കിലോയിൽ എന്തായാലും കുറയണം. അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഫുഡൊന്നും കഴിക്കണതിൻ്റെ മുന്നെയാണ് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. അപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കാം. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിൽ ഫുള്ള് വെള്ളം ഫില്ല് ചെയ്ത് വെക്കും. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഞാൻ ഇതിൻ്റെ ഒരു ബോട്ടിലേ ഫില്ല് ചെയ്ത് വെക്കാറുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് വെച്ചിട്ട് ഓൾമോസ്റ്റ് 3 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇത് കൂടാതെ പിന്നെ തണുത്ത വെള്ളം ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പൊക്കെ ആയിട്ട് 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കും. ഇത് 2 ലിറ്റർ കുടിച്ചാൽ ബാക്കി 1 ലിറ്ററൊക്കെ സുഖമായിട്ട് കുടിക്കും. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ചെയ്യുക ഇത് ഫില്ല് ചെയ്ത് വെക്കും. രാത്രി കിടക്കാൻ പോകുമ്പോൾ നോക്കും ഇത് കഴിഞ്ഞിട്ടില്ല അപ്പം എന്നത്തേലും കുടിക്കും. പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ വേറൊരു ബോട്ടിലിൽ നമ്മളെ ബെഡ് സൈഡിൽ വെക്കാനുള്ള വെള്ളം എടുത്തിട്ട് അത് പിന്നെ രാവിലെ രാത്രി വേണമെങ്കിൽ രാത്രിയും കുടിക്കും. പിന്നെ രാവിലെ എണീറ്റാൽ അതിൽ നിന്ന് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 3 ലിറ്ററോളം വെള്ളം കുടിക്കും. പിന്നെ അടുക്കളയിലെത്തിയതിന് ശേഷം ഇത് ഫില്ലാക്കി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫില്ലാക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ വെള്ളം നിറക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഈ ഒരു കുപ്പി വെള്ളം നമുക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടണം എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലുള്ള ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയാണ്. അതിന് ആദ്യം തന്നെ കുറച്ച് വീറ്റ് ഫ്ലോർ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളൊന്നും ഇടണില്ല, കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിഞ്ച് ഓഫ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നോർമലി ദോശൻ്റെ ഒക്കെ ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാനാണ് വേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്ത് വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിസ്കിലാക്കി എടുത്താൽ മതി. പിന്നെ വിസ്കൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ഓൾറെഡി ഇതിൻ്റെ ലായ്ക്ക് എണീറ്റിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇതാണ് നമ്മുടെ ദോശൻ്റെ ബാറ്റർ. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാന് നല്ലപോലെ ചൂടായി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഓയിൽ യൂസ് ചെയ്യേണ്ട. നോൺ സ്റ്റിക്കിൻ്റെ
പാനാകുമ്പോൾ ഓയിൽ യൂസ് ചെയ്യാതെ ചുട്ടെടുക്കാം. ഒരു 2 ദോശ അത്രയും മതി കേട്ടോ. ഇപ്പോൾ പാന് പ്രോപ്പറായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം മറ്റേതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. നല്ല ആവി പെറുക്കുന്ന ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ സൈഡായിട്ട് ഞാൻ ഇവിടെ പാനൊന്നും ഓഫ് ചെയ്തിട്ടില്ല. ഈ 2 മുട്ട നമുക്ക് ബുൾസൈ അടിച്ചെടുക്കും. ബുൾസൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫുൾ എഗ്ഗായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യോക്ക് മാറ്റിയിട്ട് വൈറ്റ് മാത്രം എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് അല്ലെന്ന് എഴുതിയിട്ട് അത്ര ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് ഫുൾ എഗ്ഗായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് പാനിൽ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിൽ തീരെ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കിട്ടാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8-9 മണിൻ്റെ ഉള്ളിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇപ്പോൾ എനിക്ക് ആഫ്റ്റർ ഫുഡൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ചെൻ്റെ മേലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, നേരെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ എവിടെയെങ്കിലും ഇരിക്കുക കിടക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് 5 അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒന്ന് നടക്കുക. പിന്നെ ഫുഡ് കഴിക്കണതിൻ്റെ എല്ലാ മീൽസ് എടുക്കണതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് നമ്മൾ ഓവർ ഈറ്റിംഗിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും പിന്നെ അതുപോലെ ബുൾസൈ ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡ് ഫ്ലിപ്പ് ചെയ്തിട്ടൊക്കെ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യണ്ട എന്നൊന്നുമില്ല, വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിലാണെങ്കിലും കുറച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഞാനിവിടെ തീരെ ഓയിൽ യൂസ് ചെയ്യാതെ കഴിച്ചിട്ടുണ്ടായത്. 2 ദോശ കഴിച്ചിട്ടുണ്ടായത്. 2 ഫുൾ എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇന്ന് സ്റ്റാർട്ടിങ് അല്ലേന്ന് കരുതിയിട്ട് പറ്റേ കുറക്കണ്ടെന്ന് കരുതിയിട്ട് ഫുൾ എഗ്ഗായിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം എനർജി വേണമല്ലോ, കുട്ടിയൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതിയിട്ട് ഫുൾ എഗ്ഗായിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണ്ടത് ബ്രഞ്ചാണ്. ബ്രഞ്ച് ഒരു 11 മണിക്ക് എന്തെങ്കിലും. ഇന്ന് ഞാൻ കരുതിയിട്ടുള്ളത് ഒരു 2 ബദാമും 2 കാഷ്യും കഴിക്കാമെന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ല, അങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ സൺഡേ എല്ലാം പോയി പർച്ചേസ് ചെയ്യണം, എന്നിട്ട് നേരമ്പോഴൊരു ഡയറ്റൊക്കെ കിടക്കണം. അപ്പോൾ അതിന് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 2 ബദാമും പിന്നെ അതുപോലെ ബദാമും കാഷ്യൂസും ഉണ്ട്. അതിന് 2 ബദാമും 2 കാഷ്യൂ ആണ് ഇന്ന് ബ്രഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത്. ഞാൻ അത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, വെള്ളം നിറച്ച് വെക്കണം. എന്നിട്ട് നിറച്ച് വെച്ച വെള്ളക്കുപ്പി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. മോർണിംഗ് എണീറ്റാൽ ഫസ്റ്റ് നമ്മൾ കുടിക്കേണ്ടത് വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്ക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് എണീറ്റ ടൈമിൽ തന്നെ കുടിക്കുക. അത് നമ്മളെ ഉള്ളിലുള്ള എല്ലാ സിസ്റ്റം എല്ലാ ഓർഗൻസിനെയും ഒന്ന് ഉണർത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാത്തിനും വെള്ളം കൊടുത്തിട്ടൊന്ന് എനർജി വരാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ രാവിലെ ചായ കോഫി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഷുഗർ അത് കുടിക്കുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം മാത്രമാണ് ഗോതമ്പ് ദോശൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ളൂ അത് വിത്തൗട്ട് ഷുഗർ അത് എടുത്താൽ മതി. ഇനിയിപ്പോൾ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ അതിൻ്റെ കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബ്രഞ്ചിൻ്റെ ടൈമിൽ കാണാം. അതുവരെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വെള്ളം കുടിക്കാണ്ട് പറഞ്ഞാണ്. വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. സ്കിന്നിനൊന്നും വലിയൊരു ഇഷ്യൂസ് ഒന്നും വരില്ല കേട്ടോ. ഇപ്പോൾ സമയം 11:30 അപ്പോൾ ഇനി നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ബോട്ടിലിലെ വെള്ളം എത്ര ആയിട്ടുണ്ട്, ഇനി എന്തെന്ന് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പം ഇന്ന് ബ്രഞ്ചായിട്ട് കഴിക്കണം. പിന്നെ വെള്ളം കുടിക്കണം, കഴിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഉച്ചരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ഫുഡ് വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ചോറൊന്നും പെട്ടെന്നൊന്നും സ്കിപ്പ് ചെയ്യണില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ ലീഫി വെജിറ്റബിൾസ് ആയിട്ട് മുരിങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മുട്ടത്തോരനാണ്, ഓയിലില്ലാണ്ട് മുട്ടത്തോരനാക്കി എടുത്തതാണ്. ഉള്ളി തക്കാളിയൊക്കെ എടുത്തിട്ട്. പിന്നെ ഇത് വന്നിട്ട് ചെറുപയറാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ മീല്. പിന്നെ ഡയറ്റിന് പറ്റിയ കുറേ ഫുഡ് ഐറ്റംസ് എനിക്ക് വാങ്ങിക്കാനുണ്ട്.
പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ലഞ്ചൊക്കെ കഴിച്ച് ഇനി ഒന്ന് കിടക്കണം എന്ന് കരുതി നിൽക്കണം. ബട്ട് ലഞ്ച് കഴിച്ച് പാടാൻ അങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെ ചെറുതായിട്ടൊന്ന് നടക്കുക, ഒരു 10 മിനിറ്റ് നടക്കുക. പിന്നെ ലഞ്ച് ഞാൻ അത്ര കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്, എൻ്റെ വയറ് ഫില്ലായി. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൽ റൈസ് മാത്രമേ കുറവുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ വയറ് ഫുള്ളായി. നമ്മൾ കുറച്ച് ഉപ്പേരിയൊക്കെ എടുത്തിട്ട് ബാക്കി കുറച്ച് ചോറ് കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. ചോറ് പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ചോറിൽ ഇടാനൊരു ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കണവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് 10 മിനിറ്റ് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം നല്ലപോലെ നടക്കുക. ഞാൻ എൻ്റെ കുട്ടി ഉറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഞാനെന്താ കിടക്കണമെന്നൊക്കെ കരുതി, പക്ഷേ ഫുഡ് കഴിച്ചാൽ അങ്ങനെ കിടക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ നടക്കാൻ പോവാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നടന്നിട്ടുണ്ട്. ഇതിലും സ്പീഡിൽ നടക്കാൻ പറ്റണവർക്ക് ഇതിലും സ്പീഡിൽ നടക്കുക. അപ്പോൾ ഞാൻ വലിയ സ്പീഡിലല്ല, എന്നാൽ മോഡറേറ്റ് സ്പീഡിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒരു കുറച്ച് ടൈം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും എണീറ്റിട്ട് കുറച്ചധികം വർക്കുണ്ട്. കൈസിൽ കാണുന്നുണ്ടോ നല്ല വേസ്റ്റ് ബാസ്ക്കറ്റ് എന്താ മുകളിലിരിക്കണമെന്ന്. ലൈന് പിടിച്ചിട്ടുണ്ട്, വേറൊന്നുമില്ല. അപ്പോൾ എന്താ ഇനി റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വീഡിയോ എടുക്കാനും കുറച്ച് പ്രൊഡക്റ്റ് നോക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ കുഞ്ഞ് ബ്രേക്ക്. ഹലോ. അപ്പോൾ ഉറക്കൊക്കെ എണീറ്റ് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 4 ആയിട്ടുണ്ട്. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നപ്പോഴത്തേനും ലായ എണീറ്റിട്ടോ അമ്മ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും എണീറ്റു. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഈവനിങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ എന്താ കഴിക്കാമെന്ന് ഞാൻ വെച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഡയറ്റിന് പറ്റിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്താ കിട്ടുക നോക്കട്ടെ കേട്ടോ. എനിക്ക് അങ്ങനെ ഈവനിങ് ഒന്നും കഴിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ലഞ്ച് കഴിച്ചാൽ പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ ഈവനിങ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഓവർ വിശപ്പ് വന്നിട്ട് നൈറ്റ് ഒരുപാട് കഴിക്കണ്ടെന്ന് കരുതിയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു കുഞ്ഞിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാലിപ്പൂവിൻ്റെ പഴമാണ്. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ കഴിക്കാൻ പോണത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഇപ്പോൾ ഫീഡിങ് ആയതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. എനിക്കെന്തോ അതെടുക്കാൻ തോന്നാറില്ല, അപ്പം ഞാൻ എടുക്കാറില്ല. പിന്നെ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ അങ്ങനെ കുടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. പിന്നെ ഇതുപോലൊരു ഹാഫ് ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല നാടൻ ഞാലിപ്പൂവനുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാലിപ്പൂ. മറ്റേ ചെറുപഴം എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇത് കഴിക്കാൻ. ഇനി നൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇനിയിപ്പോൾ നമ്മളിന്ന് കാര്യമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം നടന്നു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്ത് വർക്കൗട്ടാണ് ചെയ്യുക? അപ്പോൾ നിങ്ങൾ അതിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ വീട്ടിൽ സ്റ്റെയർ ഉണ്ടോ, സ്റ്റെപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 റൗണ്ട് സ്റ്റെപ്പ് ഫുള്ളായിട്ട് കയറി ഇറങ്ങാം. സ്റ്റെയർ കയറുക. ഞാനിപ്പോൾ ഇന്ന് അത് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വേറൊന്നും ചെയ്യാൻ കരുതിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണി ആ ഒരു ടൈമിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒക്കെ ആകുമ്പോൾ ഒരു 15 മിനിറ്റൊക്കെ നിങ്ങൾ നല്ലപോലെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയാൽ തന്നെ ഇന്നത്തെ വർക്കൗട്ട് ആകും. അല്ലാന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുറ്റത്തൂടെ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമ്മൾ അധികം നടക്കില്ല. മുറ്റത്തൂടെയൊക്കെ കുറച്ചധികം സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ റോഡിലൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവും, ഒന്നുകൂടി ബെറ്റർ. പിന്നെ ത്രെഡ്മിൽ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് അത് യൂസ് ചെയ്യാതാൽ മതി. അപ്പോൾ ഇൻക്ലൈനിലിട്ടുള്ളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ജിമ്മിൽ പോയാൽ മതിയല്ലോ, വേറെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ എക്സ്ട്രാ. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ടാണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഡയറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 2-3 മാസം കൊണ്ട്, ഐ തിങ്ക് 3 മന്ത് തന്നെ ഞാനൊരു 20 kg കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അത്ര ഒന്നും കുറയണ്ട. എനിക്ക് മെല്ലെ നല്ല ഹെൽത്തി, അത്ര പെട്ടെന്നില്ലാതെ
വീക്ക് ആവാണ്ട് കുറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാവർക്കും ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ സമയം ഓൾമോസ്റ്റ് 7:15 ആയിട്ടുണ്ട്. ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ലഞ്ച് എന്താണെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഉണ്ടാക്കാനുള്ള ഒരു ടൈം കിട്ടിയത്. കാരണം ലൈനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ലൈക്ക് ഫുഡ് കൊടുക്കാൻ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലായി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്മൂത്തിയാണ്, ഓട്സ് ബനാന സ്മൂത്തിയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോക്കിയപ്പോൾ ബനാന ആയി, ഞാനത് കളഞ്ഞു. റോബസ്റ്റോ ആയിരുന്നു. അപ്പോൾ അത് പറ്റേ ഇതായിട്ട് റൈപ്പനായിട്ട് കേട് വന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ എന്തിടുന്നില്ലൊരു ഇതാണ് നമുക്ക് മെയിൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടില്ല ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഇനി നാളെ സൺഡേ ഇൻഷാല്ലാ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാമെന്ന് ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിസ്റ്റ് ഓൾറെഡി നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങളും ഈ ഒരു വീക്കിൽ സാധനങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് വെയിറ്റ് കുറക്കാം കേട്ടോ. ഞാൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കിയിരുന്നു, എന്ത് വെച്ചിട്ട് എന്ത് കഴിക്കും എന്നൊക്കെ ഉള്ള ഇതിൽ നിൽക്കായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ കൺക്ലൂഷനിലെത്തിയത് ഫ്രിഡ്ജിൽ നല്ലൊരു ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല, ഈനാമ്പഴം അങ്ങനെ എന്തോ ആണ് ഇവിടെ പറയുക. ഇനിയിപ്പോൾ ഓരോരുത്തർ ഓരോ പേരൊക്കെ ഇക്കണം പറയുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം കരുതി ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന്, പിന്നെ കരുതി ഇല്ലത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ശരിക്കും ഇങ്ങനെയൊന്നല്ല കേട്ടോ കഴിക്കേണ്ടത്. നാളെ മുതൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് എല്ലാം കഴിക്കാം. അപ്പോൾ ഇന്ന് ഇത് ചിലപ്പോൾ ഞാൻ വെച്ചിരുന്ന ഒരു ആപ്പിളും കൂടിയും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഇന്നത്തോടെ ഞാൻ ഒരു 7:30 ഞാൻ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും. പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി റെഡിയാക്കി എടുക്കണം. കാരണം നാളെ സൺഡേ അല്ലേ, നാളെ എന്നിട്ട് വീഡിയോ എടുക്കലും പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ടൈപ്പ് ഓഫ് ഓവർനൈറ്റ് ഓട്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ, നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാ എൻ്റെ വാട്ടർ ബോട്ടിൽ ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഇനി ഉറങ്ങുമ്പോഴത്തേന് കിടക്കാൻ പോകുമ്പോഴത്തേന് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡേ ഫസ്റ്റ് ഓഫ് വെയിറ്റ് ലോസ് ജേണിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ എല്ലാവർക്കും ഓവറാണ് തോന്നിയ വെയിറ്റ് ഇപ്പോൾ നമുക്ക് കുറക്കാം. നമുക്ക് സിമ്പിളായി കുറക്കാം. വെയിറ്റ് ഇത്ര വലിയ ഭാരമാണോ അല്ലെങ്കിൽ വെയിറ്റ് ഇത്ര വലിയ സംഭവമാണെന്നൊന്നും കരുതിയിരിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് കുറക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കുറക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് റെഡി ആക്കാം. അപ്പോൾ ഇത്രയോളം ഇനി ഈ വെള്ളം കൂടിയും കുടിച്ച് തീർത്തിട്ട് ഇന്ന് ഉറങ്ങണം. പിന്നെ എൻ്റെ ഈനാമ്പഴം കൂടിയും കഴിക്കാനുണ്ട്. അപ്പോൾ നാളെ പോയിട്ട് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ മറ്റന്നാൾ മുതൽ അടിപൊളിയായിട്ട് എല്ലാ റെസിപ്പി ഉണ്ടാവും. നാളെയും കൂടി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടേണ്ടി വരും. ഇത്രേ ഉള്ളൂ ഒരു വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ, നെക്സ്റ്റ് വീഡിയോ അല്ല ഇതിൻ്റെ സെക്കൻഡ് ഡേ ഓഫ് വെയിറ്റ് ലോസ് ജേർണി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.